പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഓണം സീരീസിൽ നമ്മുടെ അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് ശർക്കര വരട്ടിയാണ്. നമ്മൾ സദ്യകളിൽ മിക്കവാറും പേരും പുറത്തുനിന്ന് വാങ്ങുന്ന ഒന്നാണ് ഈ ശർക്കര വരട്ടി. പക്ഷേ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും രുചികരമായിട്ട് വളരെ എളുപ്പത്തിലും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ശരി, എങ്ങനെയാണ് എളുപ്പത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ ഈ ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രക്കായയാണ്, അതായത് ഏത്തങ്ക. നേന്ത്രപ്പഴത്തിൻ്റെ പച്ചക്കായാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രക്കായ എടുക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതുപോലെ കരിമ്പച്ചയായിട്ടുള്ള നല്ല പുറം ഭാഗം നല്ല കളറായിട്ടുള്ളത് എടുക്കരുത്. എങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇച്ചിരി കുറവായിരിക്കും കേട്ടോ. ഇതുപോലെ ലൈറ്റായിട്ട് ഒരു യെല്ലോഷ് കളർ, ഇതുപോലെ ലൈറ്റ് യെല്ലോഷ് കളർ വന്നത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി രുചികരമായിരിക്കും കേട്ടോ നമ്മുടെ നേന്ത്രക്കായ. അതൊരു ടിപ്പായിട്ട് നിങ്ങൾ വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു രീതിക്കുള്ള നേന്ത്രക്കായാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറം തൊലിയെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റാം. നേന്ത്രക്കായുടെ തൊലി അരിയുന്ന സമയത്ത് കയ്യിലേക്ക് ഒരു അല്പം എണ്ണ പുരട്ടിയിട്ട് നമ്മളിത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കറ കയ്യിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് കറ നമ്മുടെ കയ്യിലാകത്തില്ല. അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡ് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഒരു 3 സ്ഥലത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഒരുപാട് ആഴത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വരയരുത്, എങ്കിൽ പിന്നെ കായം കൂടി കട്ടായി പോകും. അതിൻ്റെ പിന്നെ ലൈറ്റായിട്ട് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ആ സ്ഥലത്ത് നിന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് പൊളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായുടെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കറുത്തു പോകാതിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം മങ്ങിപ്പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിലിടുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേന്ത്രക്കായുടെ പുറം ഭാഗത്തൊക്കെ ആ ഒരു കറ വരുന്ന ഭാഗത്തൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ തൊലിയുടെ അംശമുള്ളതൊക്കെ ഇതുപോലെ ഇങ്ങനെ കറുത്തു തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ നേന്ത്രക്കായുടെ ആ പുറത്തുള്ള ബാക്കിയുള്ള ആ ഒരു സ്കിന്നും കൂടി ഒന്ന്, ആ ഒരു കറയുള്ള ഭാഗം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത്, ഇതിപ്പം വെള്ളമാണുള്ളത്, ഇതിൻ്റെ പുറംഭാഗത്ത് വെള്ളമാണ്. ഈ വെള്ളം ഒരു കോട്ടൺ ടവൽ വെച്ചൊന്ന് തുടച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നേന്ത്രക്കായയിലുള്ള ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു കോട്ടൺ ടവൽ വെച്ച് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഓരോ കായയും 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഇത് കുറുകെ ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. അതായത് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് കനത്തിന് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, അതുപോലെ തന്നെ തീരെ കനം കുറഞ്ഞിട്ടും കട്ട് ചെയ്യേണ്ട. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. തീരെ നല്ല കനം കുറഞ്ഞിട്ട് നമ്മൾ അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര വരട്ടി കിണ്ടി എടുക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും കേട്ടോ. ചിപ്സ് പോലെ അങ്ങ് പൊടിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. തീരെ കനം കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേഗാതെ കിട്ടും. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് എണ്ണ പെട്ടെന്ന് ചൂടാക്കി എടുക്കണം. ഇത് ഒരുപാട് സമയം പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറുത്തു പോകും. അതിൻ്റെ പേരിൽ ഇത് അരിയുമ്പോൾ തന്നെ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പേരി എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് നിന്ന് ചൂടായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉപ്പേരിയും ചിപ്സൊക്കെ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് തനതായ രുചി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് കിട്ടാൻ നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു എണ്ണയിലേക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു നേന്ത്രക്കായ ഇതിലേക്ക് ചേർക്കാം. അതൊക്കെ മാറി നിന്ന് ചേർക്കണേ. വലിയ വലിയ പീസുകളായതിൻ്റെ പേരിൽ മുഖത്തേക്ക് എണ്ണ തെറിക്കും, അതൊന്ന് സൂക്ഷിച്ച് ചെയ്യണം. ഇനി നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം വന്നിട്ട് കളർ മാറിപ്പോകും, പക്ഷേ ഉൾഭാഗം വേഗാതെ കിട്ടും. നമുക്കിത് നല്ല രീതിക്ക് വെന്ത് കിട്ടേണ്ടതാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ സാവധാനം ഇതൊന്ന് മൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ 1-2 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു രീതിക്ക് കേട്ടോ ഒരു 1/4 ഭാഗത്തോളമാണ് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇനി വീണ്ടും കുറച്ച് സമയം കൂടി നമ്മളൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ ചിരിച്ചിലാന്നൊരു സൗണ്ട് വരും കേട്ടോ. അതായത് നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ടാവും. അതുവരെ നമ്മളൊന്ന് വറുത്തെടുക്കണം.
ഒരല്പ സമയം കൂടി ഞാനിതൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആകരുത്. ഇതുപോലെ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. എങ്കിലും അത് നല്ല പെർഫെക്റ്റായിട്ട് അത് വെന്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ചിരിച്ചിലാന്നൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതുപോലെ ചിരിച്ചിലാന്നൊരു സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ആ എണ്ണ ഇങ്ങനെ പതഞ്ഞ് നിൽക്കുന്ന ആ എണ്ണയൊക്കെ ഇതുപോലെ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. ആ പതഞ്ഞ് നിൽക്കുന്നതൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നേരെ തന്നെ നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ? ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടൊന്നും മാറി റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതായത് ശർക്കര പാനി നമുക്കിനി കാച്ചേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് നമുക്ക് മാറ്റണം കേട്ടോ. അതായത് ചെറിയ ചൂട് പോലും ഇല്ലാതെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഏത്തക്കായ എല്ലാം തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിനി ശർക്കര പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം. ശർക്കര പാനി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 ശർക്കര ചേർക്കുകയാണ്. 3 പീസ് ശർക്കര ചേർക്കുകയാണ്. 300 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുള്ളത്. അതായത് ഒരുപാട് നല്ല മധുരം ഉണ്ടാവില്ല, ഒരു മീഡിയം മധുരം ഉണ്ടാവും. നല്ല നോർമലായിട്ടുള്ള നമുക്ക് അങ്ങനെ എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. നമ്മുടെ ആ ശർക്കര ഒന്ന് ഉരുകാനും പാകത്തിനുള്ള വെള്ളം മാത്രം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് ഉരുകി കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം ചെറിയ രീതിക്കൊന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഈ നമ്മുടെ ശർക്കര വരട്ടി തയ്യാറാക്കാനുള്ള ആ ഒരു ഉരുളിയിലേക്കോ കടായിലേക്കോ നമ്മുടെ ഈ ഒരു ശർക്കര പാനി മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഇത് ഇങ്ങനത്തെ വേറൊരു ചെറിയ പാത്രത്തിൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കല്ലും പൊടിയൊക്കെ ഉണ്ടാകും ശർക്കരയിൽ. അതൊന്ന് അരിച്ച് വേണം നമ്മുടെ ആ വലിയ പാത്രത്തിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കണേ. നമുക്ക് ശർക്കര വരട്ടി ഇളക്കിയെടുക്കാനുള്ള ഉരുളി ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. നമ്മുടെ ഉരുളി നന്നായിട്ട് നിന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂൽ പരുവാണ് കേട്ടോ വരേണ്ടത്. ഇതുപോലെ ഇതിപ്പോൾ ഒരു നൂൽ പരുവായി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കിതാ ഒന്ന് കൈയടിച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു നൂൽ പരുവാവും. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് നേരെ തന്നെ നമ്മളിതാ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ ചേർക്കാം. ഏത്തക്കായ ചേർത്തിട്ട് എല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കാൻ പാകത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഉരുളിയിലേക്ക് മാറ്റിയത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊന്നും ഒട്ടും സമയമൊന്നും കുറയ്ക്കരുത് കേട്ടോ, താമസിക്കരുത്. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് ചുക്കുപൊടിയാണ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഇതിലേക്ക് ചുക്കുപൊടി ചേർക്കുന്നത്. ചുക്കുപൊടിയുടെ ഫ്ലേവറാണ് നമ്മുടെ ഈ ഉപ്പേരിക്ക് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. അത് വന്നിട്ട് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ, അതായത് 2 ടീസ്പൂൺ അളവിൽ വരെ നമുക്ക് അതായത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ ഏലക്ക പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 1-2 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഇതുപോലെ അങ്ങനെ ഒന്ന് പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം പഞ്ചസാര പൊടിയും കൂടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയാണ്. പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒട്ടുന്ന ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരൽപ്പം പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശർക്കര വരട്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇളക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ഈ ഒട്ടിയിരിക്കുന്ന ഈ ഒരു ശർക്കരയൊക്കെ അതങ്ങ് പൊടിപൊടിയായിട്ടൊന്ന് ഇളക്കി തുടങ്ങും. അതായത് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഓരോ പീസായിട്ട് നമുക്ക് നമ്മുടെ ശർക്കര വരട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ രുചികരമായിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഇത്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഒരുപാട് സമയത്ത് നമ്മളിത് വയറ്റിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരയും കൂടി കരിഞ്ഞു പോകും. ഇതെല്ലാം അതിൻ്റെ നമ്മുടെ ഈ ശർക്കര വരട്ടി തയ്യാറാക്കുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവങ്ങളാണ് കേട്ടോ. ആ ഒരു കാര്യങ്ങളാണ് എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നത്. അതായത് നിങ്ങളിത് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരരുത്. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അതായത് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കര വരട്ടിയൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പീസ് എടുത്ത് ഒന്ന് കഴിക്കാം. ചെറിയൊരു തണുത്തിട്ടുണ്ട്, ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇതെന്ത് മാത്രം ക്രിസ്പിയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്നും വേണ്ട, അതിങ്ങനെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പൊടിക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചുക്കിൻ്റെ ഫ്ലേവറും ആ ജീരകത്തിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് പുറത്തു നിന്നും ശർക്കര വരട്ടി വാങ്ങാതെ നിങ്ങളുടെ വീട്ടിലൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഓണം റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.